ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പൽപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചെമ്പൽപ്പൂൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെയും വർഷയുടെയും താലിമാറ്റൽ ചടങ്ങിനൊക്കെ ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ആ ചടങ്ങിനിടയ്ക്ക് ഉണ്ടാകുന്നുണ്ടല്ലേ. നമ്മുടെ സച്ചിയെ ഉപദ്രവിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം തന്നെ സച്ചി ഒഴിഞ്ഞു മാറുന്നുണ്ട്. അവസാനം മഹിമയും മധുസൂദനങ്ങളും കൂടി ഏത് വിധേയനെ സച്ചിനും ദേഷ്യപ്പെടുത്തണമല്ലോ. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം തന്നെ രേവതിയെ കള്ളിയാക്കാണ്ട് ആ ഒരു പരിശ്രമത്തിൽ അവർ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. രേവതിയെ മോശമായി പറയുന്നതോടുകൂടി തന്നെ സച്ചിക്ക് ദേഷ്യം വരികയും സച്ചി മധുസൂദനോട് തല്ലുകയും ഇവരുദ്ദേശിച്ച രീതിയിൽ തന്നെ വർഷയും ശ്രീകാന്തും തന്റെ വീട്ടിലായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഇവർ വിജയിച്ചെന്ന് പറയാൻ പറ്റില്ലല്ലോ. അന്നേ ദിവസം രാത്രി തന്നെ ശ്രീകാന്ത് വീട് വിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രശ്നങ്ങൾക്കിടയിലെല്ലാം തന്നെ നമ്മുടെ ശ്രുതി എന്താ ചെയ്യാന്ന് വെച്ചാൽ ശ്രുതിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കാനഡയിൽ എത്തിപ്പെടണം. അതിന് വേണ്ടിയിട്ട് പലതവണകളായിട്ട് ശ്രുതിയുടെ അടുക്കുന്ന പൈസ ചോദിക്കുന്ന സമയത്ത് ശ്രുതി ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ടല്ലേ. ഈ ഒരു ദേഷ്യത്തിനിടയിൽ തന്നെ ശ്രുതിയായി പറഞ്ഞു കൊടുക്കുന്ന ഒരു ഐഡിയ ആണ് വീടിന്റെ ആധാരം പണയം വെച്ചിട്ട് കുറച്ച് പണം എടുക്കുക. അതായത് ഓൾറെഡി നമ്മുടെ സച്ചിക്ക് വേണ്ടിയിട്ട് കാർ എടുത്ത് കൊടുക്കാനായിട്ട് ആധാരം പണയം വെച്ചു. ശ്രുതി ചോദിച്ചാൽ ശ്രുതിക്കും തരുമെന്ന രീതിക്ക് നമ്മുടെ ശ്രുതി പറയുകയും ശ്രുതി അതെല്ലാം വിശ്വസിച്ചുകൊണ്ട് മാത്രമല്ല തന്റെ അമ്മ തന്റെ കൂടെ തന്നെ എന്നും ഉണ്ടാവുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി തന്നെ ഈ ഒരു കാര്യം ചന്ദ്രയോട് ആവശ്യപ്പെടുകയാണല്ലേ. കണക്കിന് തന്നെ ശ്രുതിക്ക് ചീത്ത കേൾക്കുക എന്ന് മാത്രമല്ല ഇനി മേലിൽ ഇങ്ങനെ ആവശ്യമായിട്ട് തന്റെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് ശ്രുതിനെ. ശ്രുതിക്ക് അത് ഭയങ്കര വിഷമാവുന്നുണ്ട്. കാരണം ആദ്യമായിട്ടാണ് ചന്ദ്രയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പ്രതികരണം കിട്ടുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ശ്രുതിന് എന്ത് ചെയ്യണം, 14 ലക്ഷം രൂപ കിട്ടിയാൽ മാത്രമേ തനിക്ക് കാനഡയിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. ഇതിനു വേണ്ടിയിട്ട് ശ്രുതി തന്റെ പാർക്കിൽ ആ കൂട്ടുകാരനെ പോയി കാണുന്നുണ്ട്. അദ്ദേഹത്തോട് 14 ലക്ഷം രൂപ ചോദിക്കുന്ന സമയത്ത് നിനക്ക് ഞാൻ 25,000 രൂപ തന്നിട്ട് 25 തവണയിലധികം ഞാൻ നിന്നെ വന്ന് കണ്ടതിന് ശേഷം നീയായിട്ട് തന്നല്ല നിന്റെ ഭാര്യയായിട്ട് എനിക്ക് പണം തിരിച്ചു തന്നാണ്. പിന്നെ ഞാൻ നിനക്ക് 14 ലക്ഷം രൂപ എങ്ങനെ വിശ്വസത്തോടുകൂടി തരുമെന്നൊക്കെ ശ്രുതിയുടെ ആ കൂട്ടുകാരൻ ചോദിക്കുന്ന സമയത്ത് താൻ ജോലി കിട്ടി ഉടനെ തന്നെ തിരിച്ചയക്കാമെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും ശ്രുതിയുടെ സ്വഭാവം നന്നായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹം പണം കൊടുക്കാൻ തയ്യാറാകുന്നില്ല. എന്നാൽ അതിന് പകരമായിട്ട് നല്ലൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്പലത്തിന്റെ നടയിലായിട്ട് ഒരു ജോത്സ്യനിരിക്കുന്ന അദ്ദേഹം പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും, നമുക്ക് അദ്ദേഹത്തെ പോയി കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനെ കൂട്ടിക്കൊണ്ട് ഇദ്ദേഹത്തെ പോയി കാണുന്ന ഇദ്ദേഹം ഓൾറെഡി നമ്മുടെ ശ്രുതിയുടെ ആഗ്രഹങ്ങളൊക്കെ തന്നെ ശ്രുതിയോടായിട്ട് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്കും ഭയങ്കര ആകാംക്ഷ അതിശയൊക്കെ തോന്നുന്നു. കാരണം താൻ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് ഈ ഒരു സന്യാസി തന്നോടായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മുടെ ശ്രുതി വിശ്വസിക്കുകയാണ് കേട്ടോ. അങ്ങനെ പോകുന്ന സാഹചര്യത്തിലാണ് ശ്രുതി ചോദിക്കുന്നത്, സ്വാമി എനിക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ 14 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, താൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, അവിടെ പോയി ഭിക്ഷ യാചിക്ക്. ഇന്നൊരു ദിവസം ജലപാനം പോലും നടത്താൻ പാടില്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭിക്ഷ അയച്ചു കിട്ട്, നീ ഇത്രയും നാളും ചെയ്ത പാപങ്ങളെല്ലാം തീരാനും മാത്രമല്ല നിന്റെ ആഗ്രഹം സാധിക്കാനും വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആദ്യമൊക്കെ ശ്രുതി മടിച്ചു കൂട്ടെ. എന്നാൽ നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരൻ നിർബന്ധിച്ച് തന്നെ ശ്രുതിനെ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും ഭിക്ഷക്കാരൻ്റെതായ വേഷവും മുഖത്ത് കരിയൊക്കെ വാരി തേച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്ത് തനിയൊരു പിച്ചക്കാരൻ്റെ രൂപത്തിലാക്കുകയാണ്. എന്നിട്ട് അമ്പലത്തിന് നടയിലേക്ക് കൊണ്ടിരുത്താണ്. ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് ശ്രുതിയുടെ കൂട്ടുകാരന് ചിരി വരുന്നുണ്ടെങ്കിലും അദ്ദേഹം അതൊന്നും പുറത്ത് പ്രകടിപ്പിക്കാതെ തന്നെ പറയുന്നുണ്ട്, നീ ഇന്നത് ജലപാനം പോലും നടത്തരുത്, ഞാൻ പോവുകയാണ്, വൈകുന്നേരം ഭിക്ഷാടനം കഴിഞ്ഞതിന് ശേഷം നീ സ്വാമീനെ വന്ന് കാണും, ഞാൻ അവിടെ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രുതിയുടെ കൂട്ടുകാരൻ അവിടുന്ന് പോകുന്നതായിട്ടാണ്. എന്നാൽ ശ്രുതിയുടെ കഷ്ടകാലം എന്ന് പറയട്ടെ, അന്നേ ദിവസം അമ്പലത്തിലേക്കായിട്ട് നമ്മുടെ രേവതി തൊഴാൻ വരികയാണ്. അപ്പൊ രേവതി വരുന്ന കാണുമ്പോൾ തന്നെ ശ്രുതി തന്റെ മുഖം മറച്ചു വെക്കുന്നുണ്ട്. എന്റെ ഭർത്താവിന്റെ ഏട്ടനെ നല്ല രീതിയിൽ തന്നെ രേവതി തിരിച്ചറിയുകയാണ്. രേവതി തിരികെ വന്നതിന് ശേഷം ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുകയും നിങ്ങൾ എന്താ എവിടെ ഇരിക്കുന്നതിനൊക്കെ ചോദിക്കുന്ന സമയത്ത് ശ്രുതി വേഗം മുഖത്തുനിന്ന് ആ തുണിയൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ ഈ രൂപവും ഭാവം കാണുമ്പോഴത്തേക്ക് രേവതിക്ക് ഒരു ഭയങ്കര ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിക്ക് മുന്നിൽ ശ്രുതി ഒരു ഭിക്ഷക്കാരനായിട്ട് തന്നെ കാണുകയാണ്. ഇത് കാണുന്ന സമയത്ത് രേവതിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയൊക്കെ ചെയ്യുന്നുണ്ട് രേവതി. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.